വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. 9-ാം സങ്കീർത്തനം ദാവീദിൻ്റെ സ്തുതിഗീതമാണ്. ദൈവത്തിൻ്റെ നീതിയും രക്ഷയും മഹത്വപ്പെടുത്തുന്നതാണ് ഇതിൻ്റെ മുഖ്യ ശൈലി. ദൈവം നീതിയുള്ളവനാണ്. അവൻ ശത്രുക്കളെ തകർക്കുന്നു, ദരിദ്രർക്കും പീഡിതർക്കും അഭയം നൽകുന്നു. വിശ്വാസികൾക്ക് അവനെ ഭയപ്പെടേണ്ടതില്ല, ദൈവം അവരുടെ കൂടെയുണ്ട്. ഈ സങ്കീർത്തനം ദൈവത്തെ സ്തുതിക്കുകയും അവൻ്റെ നീതിയെ വിശ്വസിക്കുകയും ചെയ്യാനുള്ള ആഹ്വാനമാണ്. 10-ാം സങ്കീർത്തനത്തിൽ ദുഷ്ടൻ ദൈവത്തെ ഭയപ്പെടാതെ ദരിദ്രനെ പീഡിപ്പിക്കുന്നുവെന്നും ദൈവം മൗനമായിരിക്കുന്നത് പോലെ തോന്നുന്നുവെന്നും വിവരിക്കുന്നു. പക്ഷേ ദാവീദ് ദൈവത്തെ ഇടപെടാൻ വിളിക്കുന്നു. ദൈവം ദരിദ്രന്റെ നിലവിളി കേൾക്കുന്നു, നീതിയോടെ ഇടപെടുന്നു. കർത്താവെ, എളിയവരുടെ അഭിലാഷം അവിടുന്ന് നിറവേറ്റും. അവരുടെ ഹൃദയത്തിന് ധൈര്യം പകരും. അവിടുന്ന് അവർക്ക് ചെവി കൊടുക്കും. അനാഥർക്കും പീഡിതർക്കും അങ്ങ് നീതി നടത്തി കൊടുക്കും. മണ്ണിൽ നിന്നുള്ള മനുഷ്യൻ ഇനിമേൽ അവരെ ഭീഷണിപ്പെടുത്തുകയില്ല. സങ്കീർത്തനം 10-ാം അധ്യായം 17-18 തിരുവചനങ്ങൾ. 11-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ദൈവത്തിൽ അഭയം തേടുന്നു. ദുഷ്ടർ അമ്പെ വെടിയുമ്പോഴും ദൈവം നീതിമാനെ സ്നേഹിക്കുന്നു, ദുഷ്ടനെ ശിക്ഷിക്കുന്നു. കർത്താവ് നീതിമാനാണ്. അവിടുന്ന് നീതിയുക്തമായ പ്രവൃത്തികൾ ചെയ്യുന്നു. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും. സങ്കീർത്തനം 11-ാം അധ്യായം 7-ാം തിരുവചനം. 12-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ദൈവത്തെ വിളിക്കുന്നു. ദൈവത്തിൻ്റെ വാക്കുകൾ ശുദ്ധവും വിശ്വസനീയവുമാണ്. ദൈവം ദരിദ്രരെ സംരക്ഷിക്കുന്നു. കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നിർമ്മലമാണ്. ഉലയിൽ 7 ആവൃത്തി ശുദ്ധി ചെയ്ത വെള്ളിയാണ്. സങ്കീർത്തനം 12-ാം അധ്യായം 7-ാം തിരുവചനം. 13-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ദൈവത്തിൻ്റെ മൗനത്തിൽ വിഷമിക്കുന്നു. നീ എത്ര കാലം എന്നെ മറക്കുമെന്നുള്ള ഹൃദയവേദന. പക്ഷേ അവൻ ദൈവത്തിൻ്റെ കരുണയിൽ വിശ്വസിക്കുന്നു. ദൈവം രക്ഷ നൽകും, സ്തുതിയും സന്തോഷവും ഉണ്ടാകുമെന്ന് സ്വയം വിശ്വസിക്കുന്നു. ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു. എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും. സങ്കീർത്തനം 13-ാം അധ്യായം 5-ാം തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.